ഹലോ ഗായ്സ്, എല്ലാവർക്കും ERS വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും പരീക്ഷണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളൊരു കുഞ്ഞു പരീക്ഷണമാണ്. അടുപ്പിലൊന്നും വെക്കണ്ട, വേവിക്കണ്ട അങ്ങനെ കുറേ പരിപാടിയൊന്നുമില്ല. അതൊരു കുഞ്ഞ് പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിലെല്ലാം ഭയങ്കര ട്രെൻഡായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാൻ സാധനം കാണിച്ചു തരാം. അപ്പോൾ സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതാ സംഭവം എന്ന് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. അതായത് ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ. സാധനം കാണിച്ചു തരുന്നു ഞാൻ. ഇടുന്നു ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്കിതാ നമ്മൾ റെഡിയാക്കാം. അതായത് ഇപ്പോൾ ഇത് തിന്നാൻ തുടങ്ങും പിന്നെ ഒന്നൊന്നിതാ. അതുപോലെ തന്നെ ഇതാ ചോക്ലേറ്റ് സെറ്റ്, അതുപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് മിൽക്കാട്ട ഇത്, പിന്നെ ഒരു കേക്ക് മാറിപ്പോയിട്ടോ കൊണ്ടുവന്നാലോ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ തിന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനമെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണിതാ ചോക്ലേറ്റ് ഡെസേർട്ട്, അതുപോലെ തന്നെ ഒരു കേക്ക്. ഇതാണ് കേക്ക് മാറിപ്പോയിട്ടാണ് മേടിച്ചത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൊണ്ടുവരുമ്പോൾ മാറിപ്പോയി. എന്നാലും സാല നമുക്ക് ഇത് വെച്ച് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ ചോക്ലേറ്റ് മിൽക്ക്, പിന്നെന്തോ ഒരു സാധനം ബോൾസ് പോലത്തെ സാധനം ഉണ്ടായി, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഇവിടെ ഉണ്ടായ ഈത്തപ്പഴവും അതുപോലെ തന്നെ കടല ഉണ്ടല്ലോ, കടല വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്തായാലും. പിന്നെ വലിയ വിലയുള്ള ഐറ്റംസ് ഒന്നുമല്ല, ചെറിയ പൈസ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കുട്ടീനെയാണ് എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്നെങ്കിൽ ഒക്കെ ഇപ്പോൾ തിന്നാൻ തുടങ്ങുന്നു. കേക്ക് കാണുമ്പോൾ നേരത്തെ ഉണ്ട് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ആക്കുന്നുണ്ടായി. നമുക്ക് തേങ്ങ കിട്ടുന്ന ഒരു ബോക്സ് ഇട്ടാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഇട്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നത്. ആദ്യം നമുക്കിതാ ഈ സാധനം ഇതല്ല, ഈ കേക്കല്ല, ഇതിന് പകരം ഒരു ചെറിയ കേക്ക് കിട്ടുന്നുണ്ട്, അതാണ് വേണ്ടത് കേട്ടോ. പക്ഷെ നമുക്ക് പ്രശ്നമില്ല, ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, ഇതെങ്ങനെ ഓപ്പൺ ആക്കും? നമുക്കിതിനെ ഓപ്പൺ ആക്കാം. പരീക്ഷണ വീഡിയോ ആണ്. വീണ്ടും പരീക്ഷണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്നല്ലേ വിചാരിക്കുന്നത്. ഈ കുട്ടിയാക്കി അങ്ങനെ ആക്കുന്നുണ്ട്. തരും, ഈ കുട്ടിക്ക് തന്നെ ഫസ്റ്റ് തരുന്നതാ. കാണാൻ നല്ല രസം കേട്ടാ, തരും. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെന്താക്കാം, ഒന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇവിട്ടേ അമ്മേനെ പൊട്ടിക്കട്ട. യെസ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത്രയും കട്ടി വേണ്ട കേട്ടോ. ഇതിന് പകുതി മതി. എന്നാലും ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ടു ആക്കാവാ. വിളിക്കും. അയ്യോ, എൻ്റെ കൈ മുറിച്ചെന്നാ ചെറുത് മതി കേട്ടോ നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ഓളെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചതിന് ശേഷം അങ്ങനെ കേട്ടാ. എന്ത് കേക്ക് കണ്ടാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് ഇതാ 2 പീസാക്കിട്ടോ. ഇത്രയും കട്ടി വേണ്ട. നമുക്ക് തരും. അതിനെ മൊത്തം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ പീസാക്കിട്ടോ എങ്ങനെയോ ഫില്ല് ചെയ്തെടുക്കാം എന്തായാലും. ഞാൻ തരും അമ്മ തരുന്നു. കൊടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ ഒട്ടും. ഇതാ ഫില്ല് ചെയ്തെടുത്തു കേട്ടാ. കാണാൻ നല്ല രസമുണ്ട്. ഇതാ ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല. ഡെസേർട്ട്, ചോക്ലേറ്റ് ഡെസേർട്ട് എങ്ങനെയെന്നല്ല ടേസ്റ്റ്. സാധനം നമുക്കെന്താ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നുണ്ടാവില്ല. എന്താണെങ്കിൽ എല്ലാ സാധനവും ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ ഞാൻ. രതീഷേട്ടൻ അങ്ങനെയല്ല, എന്തും ഇഷ്ടപ്പെടും. പക്ഷെ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വയറ് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ സെറ്റ്. മൊത്തം വേണ്ട, ഞാൻ ചെറുതാക്കുന്നത് കൊണ്ട് തന്നെ മൊത്തം വേണ്ടി വരില്ല. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്കുണ്ടല്ലോ ഈ
സെറ്റ് ചെയ്യാം. ഇതൊക്കെ കഴുകി സെറ്റാക്കി കൊണ്ടുവന്നത് തന്നെ കേട്ടോ. അങ്ങനെ പറയാൻ കാരണം കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യും, കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക്. ഇതെനിക്ക് ഇഷ്ടമാണ്. ചോക്ലേറ്റ് മിൽക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം സെയിം ആയിരിക്കുമല്ലോ അപ്പം. എല്ലാം അടിച്ചിട്ട് കൊളായി തന്നെ പറയും. ഓക്കെ, കുറച്ച് എടുത്തോണ്ട് മൊത്തം ഒഴിഞ്ഞു കൊടുത്തതാ. അടിയിലൊക്കെ ഇതിപ്പോൾ കേക്ക് പോലെ തന്നെ ആവും. നെക്സ്റ്റ് നമുക്കിതാ ഇതിൻ്റെ ഞാൻ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കാം. ഈത്തപ്പഴം കട്ട് ചെയ്തതും കൂടി ഇങ്ങനെ വെതറി കൊടുത്തിട്ട്, കടലുണ്ട് കേട്ടോ, ഇത് അനാവശ്യമാവുമെന്ന് എനിക്കറിയില്ല, ബൗളാവുമെന്ന് അറിയില്ല. ഇന്നുകൊണ്ട് ഒരു വെറൈറ്റിക്ക് അല്ലേ, നമുക്കെന്താ കഴിക്കുന്ന സാധനമല്ലേ, ഇങ്ങനെ വെതറി കൊടുക്കാം. അത് നീക്കുന്നു അടുത്തോ പ്രശ്നം. എന്നിട്ട് ഒന്നുകൂടി ചോക്ലേറ്റ് മിൽക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറേ വേണ്ട, കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സംഭവം റെഡി. ഇനിതാ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. എൻ്റെ കുട്ടിക്ക് 2 ആക്കണം. അപ്പോൾ ഞാൻ കുട്ടിക്ക് 2 ആക്കിയിട്ട് 2 എല്ലാം കഴിച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. പിന്നെ എന്തായാലും ട്രൈ ചെയ്യണം. എന്താണെന്നെങ്കിൽ വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ ഒരു 100-200 ഉള്ളിൽ നമുക്ക് ഒതുങ്ങും കേട്ടോ എല്ലാം കൂടി വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യണം. ഈത്തപ്പഴമൊന്നും വേണ്ട, ഞാൻ വെറുതെ ഇട്ടതാണ്. നമ്മുടെ വീട്ടിൽ എന്തുണ്ട് അതിലിട്ട് ആഡ് ചെയ്തിട്ട് വെച്ച പ്രശ്നമില്ല. ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഒന്നുമില്ല ഇവിടെ. അപ്പം പിന്നെ അടിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക്. അപ്പോൾ ഞാനത് അതിനെന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വലിയിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ട് വേടക്കുള്ളൂ ബ്യൂട്ടിക്ക് വേണമല്ലോ. ഞാനൊരു കഷ്ണം കഴിച്ച് നോക്കുന്നുണ്ട്, ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ എനിക്ക് കൊടുക്കണ്ട, ചെറുത് മതി. കേക്കെല്ലാം കഴിച്ചതാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടാക്കും. കൊള്ളാം, സോഫ്റ്റ് ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കയ്പുണ്ട് കേട്ടോ. അതെങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എടുത്തിട്ട് കഴിച്ചിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ താല്പര്യമില്ല? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പുതിയ സാധനങ്ങളെല്ലാം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല റേറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ നോക്കലില്ല. കാരണം നമ്മൾ കൊളായാൽ പിന്നെ കിട്ടും ഭയങ്കര. അതിനേക്കാളും നല്ല ചെറിയ സംഭവമെല്ലാം ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ പരീക്ഷിക്കാനും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ പൊതുവേ എനിക്ക് ഇങ്ങനെ ഒരുപാട് മധുരം ഇഷ്ടമല്ല. മധുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെല്ലാം ഉണ്ടല്ലോ അപ്പം, ഈ എങ്ങനെ പറയാം, എനിക്ക് ഐസ്ക്രീമെല്ലാം കുറേ കഴിക്കുന്നത് അതൊന്നും ഇഷ്ടമല്ല. ഐസ്ക്രീമിൽ കുറച്ച് കഴിക്കും, അങ്ങനത്തെ കൂട്ടത്തിലുള്ളതാണ്. കുറച്ച് കഴിക്കുമല്ലോ, പക്ഷെ കുറേ കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഓരോ സാധനം ഇഷ്ടപ്പെട്ട സാധനം നല്ല കഴിക്കും. പിന്നെന്താ ഭയങ്കര ഇടിയിട്ടാ, നമ്മുടെ ഇടിയും മഴയും. മടുത്തെന്ന് പറഞ്ഞില്ല, അതുപോലെ ആയിട്ടാണ്. ഭയങ്കര മഴ ഇടി. എത്ര ദിവസം ഇന്നലെ നല്ലോണം ഇടി ഉണ്ടായിരുന്നു. ഇന്ന് പൊതുവെ ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല. രാത്രി നോക്കണം അത്രേ. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു, ഇന്നലെ ഉച്ചക്ക് നല്ല മഴ ഉണ്ടായിരുന്നു, ഉച്ചക്ക് ഇടിയും മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഏകദേശം ടൈം ആയിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, ഒന്നുകൂടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇതാ ഇത് വലിയ തണുപ്പൊന്നും ഇല്ല, ചെറുങ്ങനെ തണുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്, നല്ലോണം തണുക്കട്ട് തോന്നിയിട്ട്. ഇതാ നോക്കിയേ, കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. അതിന് കഴിച്ചു നോക്കാം നമുക്ക്. നമുക്ക് ഈ കുട്ടി പറഞ്ഞ പോലെ ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനെ കഴിച്ചു നോക്കാം. ഈ കുട്ടിക്ക് വേണം നമ്മളെ ഈ കുട്ടിക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ വീട്ടിലായാലും എവിടെയായാലും എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് കൊടുക്കുന്ന ഈ കുട്ടിക്ക്. ഇതെല്ലാം പ്രശ്നമില്ല, നല്ല ഐറ്റംസ് ആണുള്ളത്. സൂപ്പറാണോ പറയും? സൂപ്പർ. എന്ത് കൊടുത്താലും കുറ്റം പറയില്ല, കഴിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ കഴിക്കണേ. കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. തീർച്ചയായിട്ടും വരുന്ന സമയമാകുമ്പോഴേക്കാണ് ഞാൻ എന്താ റെഡിയാക്കിയത്. ഈത്തപ്പഴം കഴിച്ചു. തീർച്ചയായിട്ടും വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കാണ് ഞാനിത് റെഡിയാക്കിയത്. കൊള്ളാം.
ഒരു കേക്ക് വെക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. നല്ലുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇത് കഴിച്ചിട്ടില്ല. ഇതൊരു കയ്പുണ്ട്, പക്ഷേ ഇത് നല്ല ഈ ജ്യൂസിൻ്റെ തോന്നുന്നു മധുരം കിട്ടുന്നുണ്ട്. നല്ലുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടാ. അപ്പം എനിക്ക് പൊതുവേ ഇത് ഇഷ്ടപ്പെടാത്ത കൂട്ടത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയുന്ന പോലെ തന്നെ നല്ല രസമുണ്ട്. ഒന്നുകൂടി കഴിച്ചു നോക്കാം. കൊള്ളാം കൊള്ളാം. കടലിട്ട നല്ല ഉണ്ട് കേട്ടോ. അവർക്ക് കിട്ടുന്നത് വേണം. വാ കഴിച്ചോ, പൊളിയാണ്. കഴിച്ചോ കഴിച്ചോ. കൊള്ളാം, എൻ്റെ ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ പരീക്ഷണ വീഡിയോ സക്സസ് കിട്ടാം. പിന്നെ കൊറ്റല്ലിട്ട് അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇനി എന്ത് വേണമെങ്കിൽ ഇടാക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ട സംഭവത്തിൽ വേറൊരു ബോൾസ് ക്രീമിൻ്റെ ബോൾസ് ഇടുന്നു, അതെനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടാ. പക്ഷെ അതില്ലെങ്കിലും അതുണ്ടെങ്കിൽ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതില്ലെങ്കിലും സംഭവം സൂപ്പറാണ്, ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. നിങ്ങൾ ആക്കിയാൽ എന്താ മോശമാവില്ല. ഈ സാധനം കഴിക്കുന്നതിനേക്കാളും വെറൈറ്റി ഉണ്ട് ഇതെല്ലാം ഇട്ടിട്ട് കഴിക്കുമ്പോൾ. നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിജയിച്ചിട്ടാണ്. മിനിയാന്നൊരു ജ്യൂസ് ഉണ്ട്, എന്തിപ്പം എന്തോ സോഡയാണ്, എന്തോ മസാല സോഡ ആക്കിയിട്ട് അത് പക്ക ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇത് മസ്റ്റായിട്ട് ട്രൈ ആക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ ഇത് ഇത്ര വലിയ കേക്കൊന്നുമല്ല വേണ്ടത്, ചെറിയൊരു കേക്ക് കിട്ടുന്നുണ്ടല്ലേ, അത് മതി. അത് വെച്ച് ചെയ്താൽ ആ ചെറിയതല്ല, പിന്നെ കുറച്ച് കട്ടിയുള്ളത് ആ സംഭവമാണ് വേണ്ടത്. അപ്പോൾ അത് വെച്ച് എന്തായാലും ട്രൈ ചെയ്യണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് രസമുണ്ടെങ്കിൽ പറയണ്ട. യൂട്യൂബ് ഇപ്പോൾ കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാൾ ഇതിനെ കുറച്ച് കളിയാക്കും, എന്നിട്ട് ബാക്കി രജിസ്റ്റർ നോക്കും അല്ലേ. ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആ സൂപ്പർ എന്ന് പറയും. ആ സൂപ്പർ, ഇഷ്ടമായി പറയും. ആ ഇഷ്ടമായി. ആ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്, നമ്മുടെ കേക്കിൻ്റെ പരീക്ഷണമായിട്ട് വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ബൈ പറയും നമുക്ക്. ആ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.